This is the working of a refrigerator. When it is operated as refrigerator, then the Carnot's engine absorbs heat Q2 from the sink at temperature T2. Work W is amount of work done on it by some external agency and rejects heat Q1 to the source at temperature T1. Here T1 is greater than T2. Temperature of source is greater than that of sink. This is working of a Carnot's refrigerator. Carnot's refrigerator working another. Next we will see Carnot's theorem. Carnot's theorem two parts ആണുള്ളത്. Let us see first part. First part il parayunnathu no engine can be more efficient than a perfectly reversible engine working between same two temperatures. അപ്പോൾ ഒരു പെർഫെക്റ്റ്ലി റിവേഴ്സിബിൾ ആയിട്ടുള്ള എഞ്ചിനേക്കാളും എഫിഷ്യൻ്റ് ആയിട്ടുള്ള വേറൊരു എഞ്ചിനില്ല എന്നാണ് കാർനോട്ട്സ് തിയറത്തിൻ്റെ ഫസ്റ്റ് പാർട്ട്. അതായത് ഇറിവേഴ്സിബിൾ എഞ്ചിൻസ് ഒന്നും റിവേഴ്സിബിൾ എഞ്ചിൻസിൻ്റെ എഫിഷ്യൻസിയിൽ എത്തില്ല. നോ എഞ്ചിൻ ക്യാൻ ബി മോർ എഫിഷ്യൻറ്റ് ദാൻ ദി റിവേഴ്സിബിൾ എഞ്ചിൻ വർക്കിംഗ് ബിറ്റ്വീൻ സെയിം ടു സെറ്റ് ഓഫ് ടെമ്പറേച്ചർ. സോഴ്സിൻ്റെയും സിങ്കിൻ്റെയും ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെക്കാം. Source in the temperature T1 Kelvin. Let the temperature of source be T1 Kelvin. Source temperature. And sink is at T2 Kelvin. Two engines are working in this source and sink. രണ്ട് ഈ സോഴ്സും സിങ്കിലും ഈ ടെമ്പറേച്ചർ ഡിഫറൻസിൽ തന്നെ റിവേഴ്സിബിൾ എൻജിൻസും ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള എൻജിൻസും വർക്ക് ചെയ്യുകയാണ് എങ്കിൽ റിവേഴ്സിബിൾ എഞ്ചിൻ്റെ എഫിഷ്യൻസി ആയിരിക്കും എപ്പോഴും കൂടുതൽ. നോ എഞ്ചിൻ ക്യാൻ ബി മോർ എഫിഷ്യൻറ്റ് ദാൻ റിവേഴ്സിബിൾ എഞ്ചിൻ വർക്കിംഗ് ബിറ്റ്വീൻ സെയിം ടു ടെമ്പറേച്ചർ. ദിസ് ഇസ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ ലെറ്റ്സ് സീ വാട്ട് ഈസ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ഇത് തന്നെ വേറൊരു രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്. എഫിഷ്യൻസി ഓഫ് ഓൾ റിവേഴ്സിബിൾ എഞ്ചിൻസ് വർക്കിംഗ് ബിറ്റ്വീൻ സെയിം ടു ടെമ്പറേച്ചേഴ്സ് ഈസ് സെയിം. അതായത് ഒരേ ടെമ്പറേച്ചേഴ്സിൽ വർക്ക് ചെയ്യുന്ന എല്ലാ റിവേഴ്സിബിൾ എൻജിൻസിൻ്റെയും എഫിഷ്യൻസി സെയിം ആയിരിക്കും. എഫിഷ്യൻസി ഓഫ് ഓൾ ദി റിവേഴ്സിബിൾ എൻജിൻസ് വർക്കിംഗ് ബിറ്റ്വീൻ സെയിം ടു ടെമ്പറേച്ചേഴ്സ് ഇസ് സെയിം. ഒരേ സോഴ്സും സിങ്കും ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന എല്ലാ റിവേഴ്സിബിൾ എൻജിൻസിൻ്റെയും എഫിഷ്യൻസി സെയിം തന്നെ ആയിരിക്കും. ദാറ്റ് ഈസ് ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. നൗ ഇറ്റ് ഈസ് പ്രൂഫ്. ഇതിൻ്റെ പ്രൂഫ് നോക്കാം. പ്രൂഫ് ഫസ്റ്റ് പാർട്ട്. നമുക്ക് ഫസ്റ്റ് പാർട്ട് ആദ്യം പ്രൂവ് ചെയ്യാം. അതായത് ഫസ്റ്റ് പാർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? റിവേഴ്സിബിൾ എഞ്ചിൻ്റെ എഫിഷ്യൻസി ആയിരിക്കും ഏറ്റവും കൂടുതലെന്ന്. നോ ഏതർ എഞ്ചിൻ ക്യാൻ ബി മോർ എഫിഷ്യൻറ്റ് ദാൻ റിവേഴ്സിബിൾ എഞ്ചിൻ വർക്കിംഗ് ബിറ്റ്വീൻ സെയിം ടു ടെമ്പറേച്ചേഴ്സ്. അപ്പം നമുക്ക് രണ്ട് എൻജിൻസ് കൺസിഡർ ചെയ്യാം. കൺസിഡർ ടു എൻജിൻസ് R ആൻഡ് I വർക്കിംഗ് ബിറ്റ്വീൻ ടെമ്പറേച്ചേഴ്സ് T1 ആൻഡ് T2. രണ്ട് എൻജിൻസ് നമ്മൾ കൺസിഡർ ചെയ്തു, R ആൻഡ് I. R ഇസ് റിവേഴ്സിബിൾ. ലെറ്റ് R ബി റിവേഴ്സിബിൾ, I ബി ഇറിവേഴ്സിബിൾ എൻജിൻ. അതാണ് ആറും ഐയും വെച്ച് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. They are working between temperatures T1 and T2 where T1 is greater than T2. അതായത് T1 സോഴ്സിൻ്റെ ടെമ്പറേച്ചറും T2 സിങ്കിൻ്റെ ടെമ്പറേച്ചറുമാണ്. ഇതേ ടെമ്പറേച്ചറിലാണ് രണ്ട് എൻജിൻസും വർക്ക് ചെയ്യുന്നത്. നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് അല്ലെങ്കിൽ തിയറത്തിൽ പറയുന്നത് റിവേഴ്സിബിൾ എൻജിൻ്റെ എഫിഷ്യൻസി ആണ് ഏറ്റവും കൂടുതൽ, അല്ലേ? എല്ലാ എൻജിൻസിനേക്കാളും റിവേഴ്സിബിൾ എൻജിൻ്റെ എഫിഷ്യൻസിയാണ് കൂടുതൽ. നൗ ലെറ്റ് us assume ഓപ്പോസിറ്റ് ഓഫ് ദാറ്റ്. നമ്മൾ അത് ഓപ്പോസിറ്റ് അസ്യൂം ചെയ്യാൻ പോവുകയാണ്. അതായത് ഇറിവേഴ്സിബിൾ എൻജിൻ്റെ എഫിഷ്യൻസി റിവേഴ്സിബിൾ എൻജിൻ്റെ എഫിഷ്യൻസിയേക്കാളും കൂടുതലാണ്. എന്നിട്ട് അവസാനം നമ്മൾ ഇത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യും. നമ്മുടെ ഈ അസംഷൻ തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ദെൻ വി വിൽ കൺക്ലൂഡ് ദാറ്റ് അവർ തിയറം ഈസ് കറക്റ്റ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് അസ്യൂം ചെയ്യുകയാണ്.
ലെറ്റ് ഐ ബി മോർ എഫിഷ്യൻറ്റ് ദാൻ ആർ. ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള എഞ്ചിൻ റിവേഴ്സിബിൾ എഞ്ചിനേക്കാളും എഫിഷ്യൻ്റ് ആണെന്ന് അസ്യൂം ചെയ്യുകയാണ്. Let the two engines do same amount of work. Then we are assuming that both the engines are doing same amount of work W in each cycle. ഒരു സൈക്കിളിൽ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് രണ്ട് എൻജിൻസും W ആണ്. Suppose in each cycle R absorbs heat Q1 from the source at T1 Kelvin and rejects amount of heat Q2 to the sink at T2 Kelvin. അപ്പോൾ റിവേഴ്സിബിൾ ആയിട്ടുള്ള എൻജിൻ സോഴ്സിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് Q1 എന്നെടുത്തു അറ്റ് ടെമ്പറേച്ചർ T1. Then reversible engine rejects a quantity of heat Q2 to the sink at T2 Kelvin. Reversible engine Q2 എനർജി സിങ്കിലേക്ക് റിജക്റ്റ് ചെയ്തു. Suppose in each cycle I absorbs Q1 dash from the source and reject Q2 dash to the sink at T2. ഇനി ഇറിവേഴ്സിബിൾ സൈക്കിൾ, ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള എഞ്ചിൻ്റെ കേസ് എടുക്കാം. ഇറിവേഴ്സിബിൾ എഞ്ചിൻ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് Q1 ഡാഷ് എന്നെടുത്തു. ദെൻ റിജക്റ്റ് ചെയ്യുന്ന ഹീറ്റ്, സിങ്കിലേക്ക് റിജക്റ്റ് ചെയ്യുന്ന ഹീറ്റിനെ Q2 ഡാഷ് എന്നും വിളിച്ചു. Now, according to our assumption, നമ്മൾ അസ്യൂം ചെയ്തത് എന്താണ്? തിയറത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ദാറ്റ് ഈസ് I is more efficient than R. നമ്മുടെ അസംഷൻ അനുസരിച്ച് ഈറ്റ I is greater than ഈറ്റ R. എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താ? വർക്ക് ഡൺ ബൈ ഹീറ്റ് അബ്സോർബ്ഡ് ആണ്. ഓർ Q1 dash minus Q2 dash by Q1 dash. This is eta I is greater than Q1 minus Q2 by Q1. That is eta R. So this is our assumption. This can be written as W by Q1 greater than W by Q1 dash greater than W by Q1. ഈ കാര്യം തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം. ന്യൂമറേറ്ററിലുള്ളത് വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺ is same for both engines. Eta I റിവേഴ്സിബിൾ എഞ്ചിനും ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള എഞ്ചിൻ്റെയും വർക്ക് ഡൺ സെയിം ആണെന്ന് നമ്മൾ പറഞ്ഞു, അസ്യൂം ചെയ്തു. ദെൻ ഫ്രം ദിസ് റിലേഷൻ ഈ ഇനീക്വാളിറ്റി വെച്ച് ന്യൂമറേറ്റേഴ്സ് ഈക്വൽ ആണെങ്കിൽ ഡിനോമിനേറ്റേഴ്സ് എന്തായിരിക്കും? Q1 വിൽ ബി ഗ്രേറ്റർ ദാൻ Q1 ഡാഷ്. അതായത് ഇത് W by Q1 dash. This can be written as 1 by Q1 dash is greater than 1 by Q1. Reciprocals ആണ്. അപ്പോൾ ഡിനോമിനേറ്റേഴ്സ് തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് Q1 വിൽ ബി ഗ്രേറ്റർ ദാൻ Q1 ഡാഷ്. ഇത് നമുക്ക് കിട്ടിയ ഒരു റിസൾട്ടാണ്, നമ്മുടെ അസംഷനിൽ നിന്ന് കിട്ടിയ റിസൾട്ടാണ്. But we know that work done എന്താണ്? work done is Q1 minus Q2 that is equal to Q1 dash minus Q2 dash. ഇത് reversible engine work done. This is irreversible engine, work done by irreversible engine. These two are same അല്ലേ? നമ്മുടെ assumption പ്രകാരം work done is same. Therefore we can write, let us bring this Q1 dash to left hand side and this Q2 to right hand side. അപ്പോൾ എന്ത് സംഭവിക്കും? We get Q1 minus Q1 dash equal to Q2 minus Q2 dash. Since we have found, ഇതിനു മുമ്പത്തെ റിലേഷൻ എന്തായിരുന്നു? Q1 is greater than Q1 dash. അപ്പോൾ ഈ Q1 is greater than Q1 dash എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. Therefore this is equal to right hand side. Therefore right hand side should also be a positive quantity. അപ്പോൾ ഈ പാർട്ടും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. Therefore Q2 is greater than Q2 dash. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്താ? ഇത് പോസിറ്റീവ് ആണെങ്കിൽ Q2 will be greater than Q2 dash. ഇനി നമ്മൾ ഈ രണ്ട് എൻജിൻസും ഒരു രീതിയിൽ വർക്ക് ചെയ്യാൻ പോവുകയാണ്. ഇറിവേഴ്സിബിൾ എൻജിൻ, ഫോർവേഡ് സൈക്കിൾ, ഇത് രണ്ടും കൂടി കപ്പിൾ ചെയ്യാൻ പോവുകയാണ് ഞാൻ.
ഈ എൻജിനെയും ഈ രണ്ട് എൻജിൻസിനെയും കപ്പിൾ ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് എൻജിൻ എന്ന് പറയുന്നത് റിവേഴ്സിബിൾ എൻജിനാണ്. അത് എന്താ ചെയ്യുന്നത്? ഇറിവേഴ്സിബിൾ എൻജിനാണ്. ഇറിവേഴ്സിബിൾ എൻജിൻ അബ്സോർബ്സ് ഹീറ്റ് Q1 ഡാഷ് ഫ്രം ദി ഹോട്ട് സോഴ്സ് ആൻഡ് റിജക്ട്സ് ഹീറ്റ് Q2 ഡാഷ് ടു ദി കോൾഡ് സിങ്ക് ആൻഡ് കൺവേർട്ട് ആൻ എമൗണ്ട് ഓഫ് ഹീറ്റ് ടു വർക്ക് W. അല്ലേ? ഇറിവേഴ്സിബിൾ എൻജിൻ ഈ വർക്കിംഗ് ആണ് ചെയ്യുന്നത്. ഹോട്ട് സോഴ്സിൽ നിന്ന് T1 ടെമ്പറേച്ചറുള്ള ഹോട്ട് സോഴ്സിൽ നിന്ന് Q1 ഡാഷ് അബ്സോർബ് ചെയ്യുന്നു. വർക്ക് കുറച്ച് എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു W വർക്ക് ആൻഡ് റിമൈനിങ് ഹീറ്റ് ഈസ് റിജക്റ്റഡ് ഇൻ ടു ദ കോൾഡ് സിങ്ക്. Now what is the working of reversible? റിവേഴ്സ് എൻജിനെ, റിവേഴ്സിബിൾ ആയിട്ടുള്ള എൻജിനെ എനിക്ക് റിവേഴ്സ് സൈക്കിളിൽ ഓപ്പറേറ്റ് ചെയ്യാനും പറ്റും. അതായത് റെഫ്രിജറേറ്റർ യൂസ് ചെയ്യാൻ പറ്റും. ഈ വർക്ക് ഇങ്ങോട്ട് ഞാൻ കപ്പിൾ ചെയ്യുകയാണ്. ഈ വർക്ക് ഈ റിവേഴ്സിബിൾ എൻജിനിലേക്ക് കൊടുത്തിട്ട് വി ക്യാൻ അബ്സോർബ് ഹീറ്റ് Q2 ഫ്രം ദ സിങ്ക് ആൻഡ് റിജക്ട് Q1 ടു ദ ഹോട്ട് സോഴ്സ്. ഈ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള എൻജിനിൽ നിന്ന് കിട്ടിയ വർക്ക് ഉപയോഗിച്ച് എനിക്ക് റിവേഴ്സിബിൾ എൻജിൻ്റെ സൈക്കിൾ പൂർത്തീകരിക്കാം. അതായത് റിവേഴ്സ് സൈക്കിൾ നടത്താൻ പറ്റും എന്നാണ് നമുക്ക് ഈ കിട്ടുന്ന റിസൾട്ട്. Let us see what is the working of the coupled engine. ഈ രണ്ട് എൻജിൻസിനെ കപ്പിൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും റിസൾട്ട്? Next result of a complete cycle of the coupled engine is given by. ഈ രണ്ട് എൻജിൻസിൻ്റെയും കൂടി കപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? ഇത് ഒറ്റ എൻജിനായിട്ട് വർക്ക് ചെയ്യുകയാണ്. നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? Irreversible engine supplies the work needed for reversible engine to transfer heat from source from cold sink to source. ഹോട്ട് സോഴ്സിലേക്ക് ഹീറ്റ് റിജക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു റെഫ്രിജറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാൻ, അല്ലേ? റിവേഴ്സിബിൾ എൻജിന് റെഫ്രിജറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാൻ ഈ റിവേഴ്സിബിൾ എൻജിൻ വർക്ക് സപ്ലൈ ചെയ്യുകയാണ്. ഈ കപ്പിൾഡ് എൻജിനെ, ഈ ഒരു സിസ്റ്റത്തിനെ മൊത്തത്തിൽ നമുക്ക് കൺസിഡർ ചെയ്താൽ എന്താണ് അതിൻ്റെ വർക്കിംഗ്? ഗെയിൻ ഓഫ് ഹീറ്റ് ബൈ ദ സോഴ്സ്. സോഴ്സിൽ നിന്നിലേക്ക് ചെല്ലുന്ന ഹീറ്റ് എന്താണ്? ദാറ്റ് വിൽ ബി Q1 മൈനസ് Q1 ഡാഷ്, അല്ലേ? രണ്ട് എൻജിനും കൂടി കപ്പിൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ടോട്ടൽ ഹീറ്റ് സപ്ലൈഡ് ടു ദ സിങ്ക് സോഴ്സിലേക്ക് പോകുന്ന ഹീറ്റാണ് നമുക്ക് അറിയേണ്ടത്. രണ്ട് എൻജിനും കൂടി കപ്പിൾ ചെയ്താൽ ഒന്ന് ഹീറ്റ് സോഴ്സിൽ നിന്ന് എടുക്കുന്നുണ്ട്, അത് Q1 ഡാഷ് ആണ്. പക്ഷെ നമുക്ക് വേറൊരു എൻജിനുണ്ട്, അത് Q1 സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ഗോയിങ് ടു സോഴ്സ് വിൽ ബി ഈക്വൽ ടു ഗെയിൻ ഓഫ് ഹീറ്റ് ബൈ ദ സോഴ്സ് വിൽ ബി ഈക്വൽ ടു Q1 മൈനസ് Q1 ഡാഷ്, അല്ലേ? സോഴ്സിലേക്ക് പോകുന്ന ഹീറ്റ് എന്ന് പറയുന്നത് Q1 മൈനസ് Q1 ഡാഷ് ആണ്. ഇവിടെ സോഴ്സിലേക്കാണ് പോകുന്നത്, ഇവിടെ തിരിച്ച് സോഴ്സിൽ നിന്ന് എടുക്കുകയാണ്. അപ്പം അതിൻ്റെ ഡിഫറൻസ് ആണ് ഞാൻ എഴുതിയേക്കുന്നത്, Q1 മൈനസ് Q1 ഡാഷ്. നമുക്ക് കിട്ടിയ റിലേഷൻ ഉപയോഗിച്ച് പറയാം, ദിസ് ഈസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി, അല്ലേ? ഈ ചേഞ്ച് എന്ന് പറയുന്നത് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്, കാരണം Q1 ഇസ് ഗ്രേറ്റർ ദാൻ Q1 ഡാഷ്. സിമിലർലി ഹീറ്റ് ലോസ് ബൈ ദ സിങ്ക്. സിങ്കിൽ നിന്ന് എന്തോരം ലോസ് ഓഫ് ഹീറ്റ് ഉണ്ടായി? ദിസ് ഇസ് ഹീറ്റ് ഗെയിൻ. ഹീറ്റ് ഗെയിൻ ബൈ സോഴ്സ്. നൗ വി ക്യാൻ സേ ഹീറ്റ് ലോസ് ബൈ സിങ്ക്. സിങ്കിൽ എത്ര എനർജി ലോസ് ഉണ്ടായി? സിങ്കിൽ നിന്ന് പോയ ഹീറ്റ് Q2 ആണ്. റിവേഴ്സിബിൾ സൈക്കിളിൽ റെഫ്രിജറേറ്റർ ആയിട്ട് വർക്ക് ചെയ്തപ്പോൾ സിങ്കിൽ നിന്ന് പോയ ഹീറ്റ് Q2 ആണ്. ദെൻ സിങ്കിലേക്ക് ചെന്ന ഹീറ്റ് എന്ന് പറയുന്നത് Q2 ഡാഷ് ആണ്. അപ്പോൾ ലോസ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ, ഈ രണ്ട് എൻജിൻസും കപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ സിങ്കിൽ നിന്ന് പോയ ഹീറ്റ് എന്ന് പറയുന്നത് Q2 മൈനസ് Q2 ഡാഷ് ആണ്, അല്ലേ? ഈ ക്വാണ്ടിറ്റിയും പോസിറ്റീവ് ആണ്, കാരണം Q2 ഈസ് ഗ്രേറ്റർ ദാൻ Q2 ഡാഷ്. Q2 എന്ന് പറയുന്നത്
Q2 ഡാഷിനേക്കാളും കൂടുതലായതുകൊണ്ട് അവർ ഈ റിലേഷൻ ആദ്യം കണ്ടെത്തിയ റിലേഷനിൽ നിന്ന് നമുക്ക് പറയാം Q2 is greater than Q2 dash. Therefore, loss of heat from sink is a positive quantity. അപ്പോൾ സോഴ്സിലേക്ക് ഹീറ്റ് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്, അതും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. സിങ്കിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടുണ്ട്, അതായത് സിങ്കിന്റെ ഹീറ്റ് പോയിട്ടുണ്ട് അല്ലേ, അതും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ഈ കപ്പിൾഡ് എൻജിൻസ് എന്ന് പറയുന്നത്, ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു റെഫ്രിജറേറ്റർ ആയിട്ടാണ് കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്നത്. സിങ്കിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്, അതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. ഹോട്ട് സോഴ്സിലേക്ക് ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നുണ്ട്, അതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അപ്പം ട്രാൻസ്ഫർ നടക്കുന്ന കോൾഡ് ബോഡിയിൽ നിന്ന് ഹോട്ട് ബോഡിയിലേക്കാണ്. ഇനി കംപ്ലീറ്റ് സിസ്റ്റത്തിന്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? ഇറിവേഴ്സിബിൾ സൈക്കിളിൽ വർക്ക് ഡൺ ഇസ് W. ദിസ് ഇസ് അപ്ലൈഡ് ടു റിവേഴ്സിബിൾ എഞ്ചിൻ. അപ്പൊ കംപ്ലീറ്റ് സിസ്റ്റത്തിന്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ വർക്ക് എന്ന് പറയുന്നത് 0 ആണ് അല്ലെ. റിവേഴ്സിബിൾ എഞ്ചിൻ വർക്ക് എക്സ്റ്റേണൽ വർക്ക് ഉണ്ടെങ്കിൽ തന്നെ അത് ഇവിടെ ഉപയോഗിച്ചു കഴിഞ്ഞു. അപ്പൊ നെറ്റ് എക്സ്റ്റേണൽ വർക്ക് ഡൺ ബൈ ദിസ് കപ്പിൾഡ് എഞ്ചിൻ ഇസ് 0. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നെറ്റ് വർക്ക് ഡൺ ബൈ ദ ഏജൻസി ഇസ് ദ സിസ്റ്റം ഇസ് 0. Therefore, coupled engines form a self-acting machine unaided by an external agency that transfers heat from body at low temperature to a body at high temperature. ഈ സിസ്റ്റം എന്ന് പറയുന്നത്, കപ്പിൾഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സെൽഫ് ആക്ടിങ് മെഷീനാണ് അല്ലേ. എക്സ്റ്റേണൽ വർക്ക് ഒന്നും സപ്ലൈ ചെയ്യുന്നില്ല. റെഫ്രിജറേറ്ററിന് ആവശ്യമുള്ള വർക്ക് റിവേഴ്സിബിൾ എഞ്ചിനാണ് കൊടുക്കുന്നത്. രണ്ടും കപ്പിൾ ചെയ്തിരിക്കുക. അപ്പോൾ വേറൊരു എക്സ്റ്റേണൽ സോഴ്സ് ഇതിലില്ല. Therefore, this is against our second law അല്ലെ. സെക്കൻഡ് ലോ പറയുന്നത് എന്താണ്? ഒരു എഞ്ചിന് എന്താണ് ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഒരു സെൽഫ് ആക്ടിങ് മെഷീന് ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് അവർ സെക്കൻഡ് ലോ. Therefore, this will contradict our second law. യൂണിവേഴ്സൽ ആയിട്ടുള്ള ലോനെ കോൺട്രാഡിക്റ്റ് ചെയ്യാണ് നമ്മുടെ ഈ പ്രൂഫ് എന്ന് പറയുന്നത്. അപ്പൊ therefore our assumption, നമ്മൾ ആദ്യം അസ്യൂം ചെയ്തതാണ് തെറ്റ്. നമുക്ക് സെക്കൻഡ് ലോ തെറ്റാണെന്നല്ല പറയാൻ പറ്റുന്നത്. അവർ അസംഷൻ, നമ്മൾ അസ്യൂം ചെയ്ത ഒരു കാര്യമുണ്ട്, അതായത് ഇറിവേഴ്സിബിൾ എഞ്ചിനാണ് റിവേഴ്സിബിൾ എഞ്ചിനേക്കാളും എഫിഷ്യൻസി കൂടുതൽ എന്നുള്ളത്. അതാണ് നമ്മുടെ ആദ്യത്തെ അസംഷൻ. Therefore, our assumption is wrong. Second law is right. സെക്കൻഡ് ലോ തെറ്റല്ല, സെക്കൻഡ് ലോ ശരിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അസംഷൻ, നമ്മൾ ആദ്യം അസ്യൂം ചെയ്തതിൽ നിന്നാണ് ഈ റിസൾട്ട് കിട്ടിയത്. Therefore, our assumption is wrong. That is, no engine can be more efficient than a reversible engine. റിവേഴ്സിബിൾ എഞ്ചിനേക്കാളും എഫിഷ്യൻ്റ് ആയിട്ടുള്ള മറ്റൊരു എഞ്ചിൻ ഇല്ല. ഈ റിവേഴ്സിബിൾ എഞ്ചിൻസ് ഒന്നും റിവേഴ്സിബിൾ എഞ്ചിനേക്കാളും എഫിഷ്യൻ്റ് അല്ല. നൗ സെക്കൻഡ് പാർട്ട്, രണ്ടാമത്തെ പാർട്ടാണ്. രണ്ടാമത്തെ പാർട്ട് എന്തായിരുന്നു? all the reversible engines working between same two temperatures have same efficiency. റിവേഴ്സിബിൾ ആയിട്ടുള്ള കുറെ എഞ്ചിൻസ് ഉണ്ട്, പക്ഷെ അതെല്ലാം വർക്ക് ചെയ്യുന്നത് ഒരേ ടെമ്പറേച്ചേഴ്സിന്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ എഫിഷ്യൻസീസ് വിൽ ബി സെയിം. ഒരേ എഫിഷ്യൻസീസ് ആയിരിക്കും ആ എഞ്ചിൻസിന് ഉണ്ടാവുന്നത്. To prove this, consider two reversible engines R1 and R2. രണ്ട് എഞ്ചിൻസ് കൺസിഡർ ചെയ്യുക, റിവേഴ്സിബിൾ ആയിട്ടുള്ള R1 and R2. പഴയ പോലെ തന്നെ നേരത്തെ നമ്മൾ അസ്യൂം ചെയ്തത് I and R ആയിരുന്നു. ഒരു റിവേഴ്സിബിൾ എഞ്ചിനും ഒരു റിവേഴ്സിബിൾ എഞ്ചിനും. ഇവിടെ നമ്മൾ രണ്ട് റിവേഴ്സിബിൾ എഞ്ചിൻസ് അസ്യൂം ചെയ്തു. ലെറ്റ് us assume that, നമ്മളൊരു അസംഷൻ ഇവിടെയും കൊണ്ടുവരികയാണ്. ഫസ്റ്റ് എഞ്ചിൻ ഇസ് മോർ എഫിഷ്യൻറ്റ് ദാൻ സെക്കൻഡ്. R1 എന്നുള്ളത് R2വിനേക്കാളും എഫിഷ്യൻ്റ് ആണ് നമ്മൾ അസ്യൂം ചെയ്യും. അസ്യൂം ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് പഴയ പ്രൂഫിൽ ചെയ്തതുപോലെ തന്നെ R1 ഉപയോഗിച്ച് R2വിനെ റിവേഴ്സ് സൈക്കിളിൽ റൺ ചെയ്യിക്കാൻ പറ്റും. Then we can show that we can transfer
heat from low temperature to high temperature without any external help. External ഏജൻസിയുടെ സഹായത്തോടെ അല്ലാണ്ട് നമുക്ക് ഹീറ്റ് എനർജീനെ കോൾഡ് ബോഡിയിൽ നിന്ന് ഹോട്ട് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്ന് കിട്ടും. ദാറ്റ് ഈസ് എഗെയിൻസ്റ്റ് അവർ സെക്കൻഡ് ലോ. സെക്കൻഡ് ലോയ്ക്ക് എഗെയിൻസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ അസംഷൻ റോങ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. പഴയ പോലെ തന്നെ ഹീറ്റ് R1 is greater than ഹീറ്റ് R2 എന്ന് എഴുതിയാൽ മതി. എന്നിട്ട് സെയിം പ്രൊസീജിയർ. അപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ടും പ്രൂവ് ചെയ്യാൻ പറ്റും.